ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലൊരു എൽ ഇ ഡി ബൾബ് തന്നെ അതിൽ ഉള്ള LED ചേഞ്ച് ചെയ്തിട്ട് നമുക്കിതെങ്ങനെ ചെയ്യാം. അതായത് ഇതുപോലുള്ള ബോർഡ്, ഇതിപ്പോൾ ഈ ബോർഡ് ഞാൻ ആമസോണിൽ വരുത്തിയതാണ്. അപ്പോൾ 20 ബോർഡിന് 200 ആണ് വന്നത്. അതായത് ഒരു ബോർഡിന് 10 രൂപ. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുറത്തുനിന്ന് മേടിച്ച സമയത്ത് 2 ലൈനറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ 9 വോട്ട്സിൻ്റെ സെയിം സാധനം 20 രൂപയായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 20 എണ്ണം ഒരുമിച്ചെടുത്തപ്പോൾ ആമസോണിൽ ഞാനൊരു ഇത് കാണുന്നുണ്ട്. 20 എണ്ണത്തിൻ്റെ ഓർഡർ ഇന്ന് വന്നതാണ്. ഒരുമിച്ചെടുത്തപ്പോൾ എനിക്കതൊരു ആവറേജ് 10 രൂപ കിട്ടി. ഇപ്പോൾ 10 രൂപയ്ക്ക് നമ്മളിത് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വാറൻറ്റിക്കോ കാര്യങ്ങളൊന്നും ഇതിൽ ഓൾറെഡി വാറൻറ്റി ഉണ്ടായിട്ട് അതും തീർന്നതിന് ശേഷം ഉണ്ടായിരുന്ന സംഭവമാണ്. വാറൻറ്റി കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ബൾബ് ഫ്യൂസായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ അതിൽ ഇതുപോലുള്ള ബാക്ക് ഭാഗങ്ങൾ ഊരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ലെങ്ത്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ ഇന്നത്തേൽ ഞാൻ അതും കൂടെ ചേർത്ത് ഇടുന്നുണ്ട്. കാരണം വീഡിയോ ലെങ്ത്ത് ആയാലും പ്രശ്നമില്ല. കാരണം കുറച്ച് ക്ലാരിറ്റിയിൽ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാമെന്ന് LED അല്ല, ഒരു CFL. ഇപ്പോൾ CFL ഒരുപാട് നിങ്ങളുടെ LED ഇപ്പോൾ ചിലരുടെ ഉണ്ടാവില്ല. ഇപ്പോൾ CFL ലാമ്പിൽ നിങ്ങളുടെ കയ്യിൽ അവിടെ വീട്ടിലൊക്കെ ഒരുപാട് കിടപ്പുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ CFL നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 CFL എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സ്യൂട്ടബിൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ CFL ചെയ്യുന്നത്. ആദ്യം നമ്മൾ CFL ഇതിപ്പോൾ ഓൾമോസ്റ്റ് പൊട്ടിയതല്ല. ഇത് CFL ഇങ്ങനെ ഇടുന്നതിൽ നിന്ന് ഇപ്പോൾ നല്ല ഫിക്സിങ്ങിലിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ CFL നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തള്ളിയാൽ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിയെടുക്കാൻ പറ്റും. കൈ നോക്കണം, ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതേപോലെ നമ്മളൊന്നിങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരും കണ്ടോ. CFL 2 എൻഡ് നമുക്ക് ഇതുപോലെ പുറത്തേക്ക് കാണാൻ പറ്റും കണ്ടോ. വയറിംഗ് ആയിട്ട് നമുക്ക് അതിൽ കാണാം. പക്ഷേ നമ്മളൊരു ഗ്ലൗസോ എന്തെങ്കിലും കൈ യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ശീലമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ അതിൻ്റെ ഉള്ളിലൊരു സർക്യൂട്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പൊട്ടിക്കണ്ട. നമ്മൾ ഇതിൽ നിന്ന് ഇതൊന്നെ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം സൂം ചെയ്തിട്ട്. 2 സൈഡിലൊരു ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ നിന്ന് നമുക്കൊന്ന് സൈഡിലേക്കൊന്ന് ഇതുപോലൊരു പ്രസ്സിങ് ആണ് വരുന്നത്. അതിങ്ങനെ പ്രസ് ചെയ്താൽ അത് ഡയറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ആ പ്രസ്സിങ്ങിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ പുറത്തേക്ക് വേർപിടിച്ച് എടുക്കാം. ഇനി ഇതിനെ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തള്ളിയെടുത്ത് കഴിഞ്ഞാൽ സാധനം വരും. നമുക്ക് ഈ സർക്യൂട്ട് ഒന്നും ആവശ്യമില്ല. CFLൻ്റെ ഈ സർക്യൂട്ട് ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ്ലി ഈ വയർ ഇതിൻ്റെ AC-യിൽ നിന്ന് വരുന്ന ഈ വയർ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എടുത്ത് റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വയർ നമ്മളവിടെ കട്ട് ചെയ്ത് കളയണ്ട. ഇതിൻ്റെ എൻഡിൽ നിന്ന് തന്നെ സോൾഡറിങ് ഉണ്ട്. ആ സോൾഡറിങ്ങിനെ നമുക്ക് അറുത്തിയെടുത്ത് കണ്ടോ. അപ്പോൾ ഇതാണ് മൊത്തം സെറ്റ്. ഡയറക്റ്റ്ലി 2 വയറുകൾ ഇതിന് വരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 2 വയറുകൾ AC വയറുകളാണ്. അതിന് പൊളാരിറ്റി ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു സർക്യൂട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിനാണ് എക്സാക്ട്ലി കാണിച്ചു തരുന്നത്. ആർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം. CFL പ്രത്യേകിച്ച്. അപ്പോൾ ഇതുപോലൊരു സർക്യൂട്ട് നിങ്ങൾക്ക് അതിൽ കാണാം. ഈ ഭാഗം നിങ്ങളൊന്നും ചെയ്യണ്ട. ഇതിൻ്റെ ഇത് പൊട്ടുന്ന പ്രശ്നമൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്ക് ഈ സംഭവം നമുക്ക് വേണ്ട. നമുക്ക് ഈ ഒരൊറ്റ സംഭവം മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. ഈ വയറിനെ നമുക്ക് സോൾഡർ ചെയ്ത് അടർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ സോൾഡർ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇതിൽ നിന്ന് പുൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ വരുന്ന 2 എൻഡിലും സോൾഡറിങ് ചെയ്യുക. അതിലേക്ക് വെച്ച് നമ്മൾ ഡീസോൾഡറിങ് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് ഡീസോൾഡറിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഇത് ഉരുകിയിട്ടുണ്ട്, ഞാൻ വലിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതുപോലെ വലിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡീസോൾഡർ ചെയ്തിട്ട് ഈ 2 വയറുകളും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉരിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇതുപോലെ കാണാം. ഇപ്പോൾ ഈ പാർട്ടിന് നമുക്ക് ആവശ്യമില്ല. ഇതൊരു CFLൻ്റെ ഫുൾ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഇതിനെ ഫിക്സ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്ക് നമുക്ക് ഓൾറെഡി അവർ അവിടെ ബോർഡിൽ ഒരു ഹോള് തന്നിട്ടുണ്ട് നമുക്കിതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഈ 2 വയറും നമ്മൾ എടുത്തിട്ട് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ. ഈ റൗണ്ടിൻ്റെ ചെറിയ CFLൻ്റെ റൗണ്ടിൽ കറക്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നിന്ന് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ 2 പോയിൻറ്റിലേക്ക് നമുക്കിതിനെ എത്തുന്നതിനനുസരിച്ച്
നമുക്ക് ഈ 2 പോയിൻറ്റിലേക്ക് ഇതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിലേക്ക് 2 എൻഡിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫിക്സിങ് കാണിക്കുന്നില്ല. ഇനി ഫിക്സ് ചെയ്തതിന് ശേഷമുള്ളത് നമുക്ക് കാണാം. ഇത് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ട് ഇത് രണ്ടും ഞാനിവിടേക്ക് ന്യൂട്രലും ലൈനിലും നിറഞ്ഞ 2 പോയിൻറ്റ് ഇതിൽ ന്യൂട്രൽ ലൈന് അതിൽ 2ലേക്കും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടേക്ക് ഇങ്ങനെ നമ്മളിതിൻ്റെ ഇതിലേക്ക് ലൈനിലേക്ക് തന്നെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളത് സോൾഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനിയിപ്പം നമുക്കിത് ഇതുപോലെയാണ് കിട്ടുന്നത്. അതായത് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കവറിങ് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് കവറിങ് ഇല്ല. അപ്പോൾ ഇത് ഒരു ബോർഡിന് നമുക്ക് 10 രൂപയാണ് ഇതിന് കോസ്റ്റ് വന്നിരിക്കുന്നത്. നേരത്തേത് നമുക്ക് 20 രൂപയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഞാനൊരു 20 എണ്ണം പർച്ചേസ് ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു 20 എണ്ണം പർച്ചേസ് ചെയ്തപ്പോൾ ആമസോൺ വഴിയാണ്. അപ്പോൾ എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരെണ്ണം എടുത്തപ്പോൾ തന്നെ നമുക്ക് ഓക്കെയാണ്. റാൻഡംലി ഞാൻ ഒരെണ്ണം എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ചെറിയൊരു ഡിവൈസ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ ഒരു വാഷ് ബേസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു 0 വോട്ടിലെ ബൾബ് വെക്കുന്ന ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒരു ഔട്ടർ കവറിങ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിതിപ്പോൾ ഇപ്പോഴത്തെ സോൾഡറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാണ് 10 രൂപയ്ക്ക് നമുക്ക് നടക്കും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ബൾബിലേക്ക് പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് വെളിച്ചം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാമല്ലോ. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ നല്ല വെളിച്ചമാണ്. എന്ന് വെച്ചാൽ ആ ഏരിയയിൽ നല്ല രീതിയിൽ നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇതിന് ഔട്ടറായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ഒന്നുമില്ല. കാരണം ജസ്റ്റ് ഞാനൊന്നൊരു ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. അതായത് മറ്റേ ഇത് CFL വരുന്ന പോലത്തെ ഒരു കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിന്. ജസ്റ്റ് ഞാൻ എങ്ങനെയുണ്ട് ലൈറ്റ് എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റിംഗ് പർപ്പസ് അത്രയേ ഉള്ളൂ. അതിൽ തന്നെ നല്ല വെളിച്ചമുണ്ട് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിത് LED യിലും റീപ്ലേസ് ചെയ്താൽ വളരെയധികം നന്നാവും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.